അവർ ടി വി 24/7 പാടാം നമുക്ക് പാടാം ഇൻ അസോസിയേഷൻ വിത്ത് ഡാൻസ് ആൻഡ് ബീറ്റ്സ്. മെലഡി റൗണ്ടിലെ നെക്സ്റ്റ് പെർഫോമർ ആണ് സനോജ്. സനോജ്, വെൽക്കം ടു ദ സ്റ്റേജ്. சுவாசம் என் மூச்சில் உன் வார்த்தை என் பேச்சில் ஐந்தாவது நூற்றாண்டு வாழ்வோ என் வாழ்வே வா. மலர்களே மலர்களே இது என்ன கனவா, மலைகளே മലകളെ ഇത് എന്നെ നിனைവാ. എൻ്റെ പേര് സനോജ്. ഞാനിപ്പോൾ അജ്മാനിലുള്ളത്. പാട്ട് പാടാൻ എനിക്ക് ഇഷ്ടമാണ്. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ പാട്ട് പാടാൻ ഇഷ്ടമാണ്. അവർ ടി വി 24/7 പാടാൻ നമുക്ക് പാടാം എന്ന പ്രോഗ്രാമിൽ ഞാൻ ഇപ്പോൾ സെലക്ട് ആയിരിക്കുകയാണ്. കണ്ണൂർ തലശ്ശേരിയാണ് നാട്ടിലെ എൻ്റെ സ്ഥലം. വീട്ടിലെ അച്ഛൻ, അമ്മ, ഒരു ചേച്ചി, ഒരു ഏട്ടനുണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് ചേട്ടനും അമ്മയൊക്കെ പാടും. ഇതാണ് എൻ്റെ ഫാമിലി. വൈഫ് ബബിത, ഇത് മൂത്ത മോള് ജാൻവിക, രണ്ടാമത്തെ മോള് ആദ്യ. സനോൻ്റെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പാടാറുണ്ട്. പാടാം നമുക്ക് പാടാം എന്ന ഷോയിൽ സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷം. എനിക്ക് അച്ഛൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അച്ഛനെ സപ്പോർട്ട് ചെയ്യുക. ഹായ് സനോജ്. ഹായ് സാർ. അപ്പോൾ ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതായിരുന്നു? ഇന്ന് രാജശില്പിയിലെ പൊയ്കയിൽ കുളിർ പൊയ്ക. ഓക്കെ ഓക്കെ. അത് നമ്മുടെ ആരാണ് സംഗീതം? രവീന്ദ്ര മാസ്റ്റർ. നമ്മുടെ രവീന്ദ്ര മാഷ് അല്ലേ? ഓക്കെ. രവീന്ദ്ര മാഷയുടെ ഈ പാട്ടല്ലാണ്ട് വേറെ ഏത് പാട്ടാണ് സനോജിന് ഇഷ്ടപ്പെട്ടത്? എനിക്ക് കണ്ണൂർ എന്ന സിനിമയിലെ കടലറിയില്ല ആ ഒരു പാട്ട് ഇഷ്ടമാണ്. കടലറിയില്ല കടലറിയില്ല കരയറിയില്ല കടലിൽ വിരിയും പ്രണയോത്മാദം അഴകേ ഇന്നും നീ സ്വന്തം. അടിപൊളി അടിപൊളി. താങ്ക് യു സാർ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം. കാറ്റിൽ തൈലഗന്ധം, നീറ്റിൽ പൊന്നു ചന്തം. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. പൂന്തിരകൾ പൂശി നിന്നേ പുഷ്പധൂളിൽ സൗരഭം. പാൽത്തിരകൾ ചാർത്തി നിന്നേ മുത്തുകോർത്ത നോപുരം. വെണ്ണൂരമയിൽ ചന്ദന ചാർത്തായി നീ ദേവനന്ദിനി ഈ തീരഭൂമിയിൽ തേരേറി വന്നുവോ തേടുന്നതാരയോ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ. കാതരേ നീ മാറുലഞ്ഞു താമരപ്പു മുട്ടുപോൽ കൽപ്പടവേറി നിൽപ്പതെന്തേ നീയേതു ശില്പിയെ തേടുന്ന ചാരുത, നീയേക ലൗകിക സൗന്ദര്യ ദേവത.
പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം നീറ്റിൽ പൊന്നു ചന്തം പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. സനോജ് മാഡം നന്നായി പാടി കേട്ടോ. താങ്ക് യു ശരിക്ക് മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് പാടാൻ പറ്റിയ ശബ്ദമാണ് ഇയാളുടെ. താങ്ക് യു. എനിക്ക് തോന്നി കുറച്ചൊരു പേടിയുണ്ട് ഉള്ളിൽ തോന്നി. ഒന്ന് തുറന്ന് അങ്ങ് പാടാനായിട്ട് ഇത്തിരി പ്രയാസമുള്ളതായിട്ട്. പക്ഷെ അത് സാവകാശം അതൊക്കെ മാറിക്കോളും. തീർച്ചയായിട്ടും നന്നായിട്ട് പാടാൻ പറ്റും ഇയാൾക്ക് കേട്ടോ. നന്നായിട്ട് ചെയ്തിട്ടുണ്ടേ. താങ്ക് യു മാഡം. ഓക്കെ സനോജ് സാർ പാട്ട് പഠിക്കുന്നുണ്ടോ? ഇതുവരെ പാട്ട് പഠിച്ചിട്ടില്ല. ആ ഓക്കെ. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല നല്ല വോയിസ് ആണ്. താങ്ക് യു. ഈ റൊമാൻറ്റിക് സോങ്സിനൊക്കെ പറ്റിയ നല്ലൊരു. സാർ ഞാൻ നോർമലി അടിച്ചുപൊളി പാട്ടാണ് ഞങ്ങൾ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അടിച്ചുപൊളി മാത്രമാണ് പാടുക. എനിക്കിഷ്ടം അടിച്ചുപൊളി പാടാൻ. ഓക്കെ ഓക്കെ. ഫാസ്റ്റ് സോങ്സ് പാടാൻ ഇഷ്ടം. ഓക്കെ. ഞാൻ നോട്ട് ചെയ്തേക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അതിൽ ദേവനന്ദിനി എന്ന് പറയുന്ന ഒരു സംഭവം അത് കുറച്ചൊന്ന് ഔട്ടായിരുന്നു, പിച്ച് ഔട്ടായിരുന്നു. പിന്നെ തീരത്തെ മന്ദാരം അതൊന്നും കൂടി ഒന്ന് പാടാവോ? തീരത്തെ മന്ദാരം. ഓക്കെ, അവിടെ ഒന്ന് വർക്കാൻ കേട്ടോ. ഒന്നും കൂടി ഒന്ന് കേട്ടിട്ട് പിന്നെ ആ നീറ്റിൽ എന്ന് പറയുന്ന ഒരു പോർഷനിൽ നീറ്റിൽ അത് നേരത്തെ പാടിയപ്പോഴത്തേക്കും ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ പാടിയപ്പോഴത്തേക്കും ഒന്ന് കുറച്ച് പോയായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. സനോജ് സാർ പാട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നല്ലോ. അതെ, പഠിച്ചില്ല. പക്ഷെ പാട്ട് പഠിക്കാണ്ട് തന്നെ ആ ഒരു എന്താ സംഗതികൾ എന്നൊക്കെ പറയില്ലേ. അതെ. ഇപ്പോൾ സാറ് പറഞ്ഞ തീരത്തെ മന്ദാരം, പിന്നെ ഇത് നീ ഏതു ശില്പിയെ തേടുന്ന ചാരുത അല്ലേ. ഓക്കെ. ആ അനുപല്ലയുടെ അല്ലെങ്കിൽ അനുപല്ലയുടെ ലാസ്റ്റ് ലൈൻ പാടി നിർത്തിയിട്ട് പിന്നെ പൊയ്കയിലൊന്ന് പാടാൻ പറ്റുമോ? നീയേതു ശില്പിയേ നീയേതു ശില്പിയെ തേടുന്ന ചാരുത നീയേകലൗകിക സൗന്ദര്യ ദേവത. ഓക്കെ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് നിങ്ങൾക്ക് ഈ പാടി? നമുക്കറിയാം ചില ഭാഗം വരും അവിടെ നന്നായിട്ട് പാടാൻ ശ്രമിക്കും. അത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു സംഭവമല്ലേ. അപ്പം നമ്മളൊക്കെ പാടുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ഏത് ഭാഗമാണ്? ആ പാട്ടിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ രണ്ടാമത്തെ അനുപല്ലവിയാണ്. ഓക്കെ. സ്നാനകേളി ലോലയായി നീ താണുയർന്നു നീന്തവേ. വെരി ഗുഡ്, സൂപ്പർ. എനിക്ക് താങ്കളുടെ ആ ഒരു ഒറിജിനൽ വോയിസ് ഇപ്പോഴും വന്നിട്ടില്ല തോന്നണം. ഒന്ന് ദാസൻ പാടുന്ന ബേസ് ഒന്ന് പിടിച്ച്. അതെന്ത് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ ഒതുക്കിയാണ് പാടുന്നത് ടീച്ചർ പറഞ്ഞ പോലെ. അപ്പം അതിൽ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം ഉൾക്കണ്ണുമായി നിൽക്കുന്നുവോ തീരത്തെ മന്ദാരം അല്ലേ. ഇത് സഞ്ജയ് പാട് സൂപ്പർ. അപ്പോൾ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ അത് ഫീൽ ഓക്കെ. അതിനെ നമ്മൾ പൊയ്കയിൽ കുളിർ പൊയ്കയിൽ എന്ന് പാടിക്കൂ. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ പൊൻവെയിൽ നീരാടും നേരം നീരാടും. ഒന്നുകൂടി ബേസ് കൊടുത്ത് പാടും. നീരാടും നേരം പൂക്കണ്ണുമായി നിൽക്കുന്നു തീരത്തെ മന്ദാരം കാറ്റിൽ തൈലഗന്ധം
നീറ്റിൽ പൊന്നു ചന്തം ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം. വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ്. അപ്പോൾ കുറച്ചുകൂടി ഓപ്പണായിട്ട് ശബ്ദം ഒന്നുകൂടി, ഓൾറെഡി നിങ്ങൾക്ക് നല്ല വോയിസ് ഉണ്ട്. ഓക്കെ. അത് ഈ ഒരു ശബ്ദം വേറെ പല പാട്ടുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം, ഈ ഒരു ടൈപ്പ് മെലോഡിയസ് അല്ലേ? എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. 41. താങ്ക് യു. ഓക്കെ, ആഫ്റ്റർ 50 41 മാർക്ക്. Thank you, sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടോട്ടല് 42 ആണ് ഞാൻ തരുന്നത്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. 42. താങ്ക് യു മാഡം. Co-sponsors Ambadi Restaurant, Binmosa Travels, Sweet Basket, Happy Baby Mobiles, Eversafe Group of Companies and Intellectual Education Center. Supporting sponsors Iris Imaging and Diagnostic Center, Alia Kids Entertainment Center, Defender Security Service, Sikine Innovation based on quality and NK Group.